തന്റെ സർജറി കഴിഞ്ഞു എന്നുള്ള കാര്യം റെബേക്ക സന്തോഷ് തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത്. എന്നാൽ എന്തിനു വേണ്ടിയുള്ള സർജറി ആയിരുന്നുവെന്ന് ഇതുവരെയായിട്ടും റെബേക്ക തുറന്നു പറഞ്ഞിട്ടേയില്ല. ചെമ്പനീർപ്പൂവ് പരമ്പരയിൽ രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് റെബേക്ക ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കിയത്. താരം സജീവ സാന്നിധ്യം തന്നെയാണ്. തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും റെബേക്ക സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട്. റബേക്കയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും താരത്തെ സ്നേഹിക്കുന്ന ആരാധകർക്കും വലിയ ഇഷ്ടം തന്നെയാണ്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് താൻ ആശുപത്രിയിൽ സർജറിക്ക് വേണ്ടി എത്തിയിരിക്കുകയാണ് എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു കുറിപ്പ് പങ്കുവച്ചുകൊണ്ട് താരം ഇൻസ്റ്റഗ്രാമിലൂടെ രംഗത്തെത്തിയത്. തൊട്ടു പിന്നാലെ നിരവധി പേരായിരുന്നു പ്രാർത്ഥനകൾ അറിയിച്ചും മറ്റും എത്തിയത്. എങ്കിലും നിരവധി പേരാണ് തനിക്ക് എന്താണ് പറ്റിയത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് മെസ്സേജായിട്ടും കമന്റായിട്ടും ഒക്കെ തന്നെയും റബേക്കയോട് ചോദിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. എന്നാൽ ഇവരോടൊന്നും തന്നെ പ്രതികരണം അറിയിക്കുകയേ ഉണ്ടായിരുന്നില്ല റബേക്ക. കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു ചെമ്പനീർപ്പൂവ് പരമ്പരയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് വ്യായാമം ചെയ്യുന്നതിനിടയിൽ റെബേക്ക സന്തോഷിന്റെ കാലിന് ചെറിയ രീതിയിൽ പരിക്ക് പറ്റിയത്. തൊട്ടു പിന്നാലെ താൻ ആശുപത്രിയിലാണ് എന്നും ചികിത്സയിലാണ് എന്നും ഇപ്പോൾ വിശ്രമം ആവശ്യമാണ് എന്നും പറഞ്ഞുകൊണ്ട് റെബേക്ക അന്നെത്തിയത്. ഇത് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇതിനോടകം തന്നെ ഇപ്പോഴത്തെ സർജറിയും കഴിഞ്ഞു എന്നുള്ള വാർത്തയാണ് റെബേക്ക പങ്കുവച്ചത്. എന്നാൽ ഇക്കാര്യം 2 ദിവസം മുൻപാണ് താരം സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തുവിട്ടത്. എന്നാൽ ഇപ്പോഴത്തെ വീണ്ടും ഈ വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പലരും പങ്കുവെക്കുകയും ചെയ്യുന്നത്. അന്ന് കഴിഞ്ഞ സർജറിയാണ്. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ താരം സജീവമാണ് എന്നുണ്ടെങ്കിൽ പോലും തനിക്ക് എന്താണ് പറ്റിയത് എന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെയായിട്ടും റെബേക്ക തുറന്നു പറഞ്ഞിട്ടില്ല. എങ്കിലും ഏഷ്യനെറ്റ് 2026 ടെലിവിഷൻ അവാർഡിന്റെ സമയത്ത് ഡാൻസ് കളിക്കാനൊക്കെ വേണ്ടി റെബേക്ക എത്തിയിട്ടുണ്ടായിരുന്നു. അന്നും താരത്തിന്റെ കാലിലെ പരിക്കൊന്നും പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. എങ്കിലും അരുൺ ഒളിമ്പ്യനും റെബേക്കയ്ക്കും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പ്രേക്ഷകരെല്ലാവരും അന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ റെബേക്കയ്ക്ക് അന്ന് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളായേക്കാം എന്നാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പലരും പറയുന്നത്. എന്നാൽ ഇതൊക്കെ തന്നെയും ഊഹാഭൂഹങ്ങൾ തന്നെയാണ്. ഇതുവരെയായിട്ടും റെബേക്ക തനിക്ക് എന്താണ് പറ്റിയത് എന്നുള്ളതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടില്ല.